ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നൊരു ഹീറ്റ് ഗണ്ണാണ്. ഇത് നോർമൽ ഒരു ഹീറ്റ് ഗൺ ആയിട്ട് വ്യത്യാസമുണ്ട് വളരെ. ഇതിൽ ഒരു 4 അറ്റാച്ച്മെൻറ്റ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ഐബെല്ലിൻ്റെ ഹീറ്റ് ഗണ്ണിന് 6 മാസം നമുക്ക് വാറണ്ടി ഉണ്ട്. നമുക്കിത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ വരുന്ന ഹീറ്റ് ഗണ്ണ്. നമുക്ക് അതിലൂടെ കുറച്ച് അറ്റാച്ച്മെൻറ്റ് ഇതിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. നമുക്കിതിൽ 4 അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിങ്ങനെ ഫ്രണ്ടിൽ ഈ ഹീറ്റ് ഗണ്ണിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് 4 എണ്ണം മാറ്റി ഉപയോഗിക്കാൻ പറ്റും. ഒരു പോയിൻ്റായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണിത്. പിന്നെ ഉള്ളത് ഒരു സൈഡിലോട്ടുള്ള ഒരു ഫിറ്റിംഗ് ആണിത്. നമുക്കൊരു സൈഡിലോട്ട് മാത്രം മതി ഹീറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഭാഗം നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് എന്തെങ്കിലും വേണ്ട, അവിടെ ഹീറ്റ് അടിക്കാൻ പാടില്ല, അതുള്ളൊരു സിറ്റുവേഷനിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. നമുക്ക് ഇങ്ങനത്തെ ഒരു പോയിൻ്റായിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു മിനിമം ഗ്യാപ്പിൽ കൂടി മാത്രമായിരിക്കും ഹീറ്റ് വരുന്നത്. നമ്മുടെ ഹെഡ് ലൈറ്റൊക്കെ അഴിക്കണ സമയത്ത്, കാറിൻ്റെ ബൈക്കിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് ആ ഗ്ലൂ ഇട്ടേക്കണ പോർഷൻ മാത്രം നമുക്ക് അഴിച്ചാൽ മതി. അപ്പോൾ അവിടെ മാത്രം ഹീറ്റ് അടിക്കാനായിട്ടുള്ളൊരു ഇതാകുമ്പോഴത്തേക്കും നമുക്ക് വേറെ ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് ഉണ്ടാകത്തില്ല. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമായിട്ട് നമുക്ക് ഹീറ്റ് അടിക്കാൻ പറ്റും. അതിപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് റൊട്ടേഷൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ. പിന്നെ നോർമൽ ഒരു ഹീറ്റ് ഗണ്ണിൻ്റെ ഒരു സൈസ് അല്ല കേട്ടോ ഇതിൽ വരുന്നത്. ഇതിൽ നോർമലി ഇത്തിരി വലിപ്പം കൂടുതലാണ്. നമുക്ക് ഇതിൻ്റെ കേബിൾ വന്നിട്ട് ഒരു 2 മീറ്ററിനുള്ളിൽ നമുക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ടോട്ടലായിട്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിന് കാര്യങ്ങൾ ലെങ്ത്ത്. ചെറിയ ഹീറ്റ് ഗണ്ണിൻ്റെ റേറ്റ് വന്നിട്ട് 1289 രൂപയാണ് ആയത്. ഇതിൽ 0 എന്ന് പറഞ്ഞ പൊസിഷനാണ് നമുക്ക് ഹീറ്റ് ഗൺ ഓഫ് ആക്കുന്നത്. ഇതിൽ 1 എന്ന് പറഞ്ഞ പൊസിഷനിൽ ഹീറ്റ് ഹൈയും എയർ സ്ലോ ആയിരിക്കും നിൽക്കുന്നത്. രണ്ടാമത്തെ പൊസിഷനിൽ നമുക്ക് ഹീറ്റ് ലോയും എയർ ഹൈയും ആയിരിക്കും. നമുക്ക് ഇതുപോലത്തെ ഹീറ്റിംഗ് സ്ലീവ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കേബിളൊക്കെ ജോയിൻറ്റ് ചെയ്യാനെടുക്കാം. അത് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതുപോലത്തെ ഒരു ഹീറ്റിംഗ് സ്ലീവ് വെച്ചിട്ട് നമുക്ക് കേബിള് ഓരോ സൈസിലനുസരിച്ചിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിലിപ്പോൾ എത്ര തന്നെയാണ് സൈസ്, ഇതിപ്പോൾ 14 mm സൈസിൻ്റെ ഒരു ഹീറ്റിംഗ് സ്ലീവ്, 14 സൈസ്. ഇതുപോലെ നമുക്ക് പല ഇതിൽ വരുന്നുണ്ട്. ഇതിലും ചെറുത് വരുന്നുണ്ട്. നമുക്ക് ഇത്രയും കൂടി മൈനായിട്ട് വിട്ടിട്ടുള്ള ചെറിയ സൈസിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കളറിലും വരുന്നുണ്ട്, റെഡ്. നമുക്ക് ഇതേപോലത്തെ കേബിളൊക്കെ നമ്മൾ ലെഗ് അടിച്ചെടുത്തിട്ട് നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഇതേപോലത്തെ ഹീറ്റിംഗ് സ്ലീവ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് വളരെ നീറ്റായിട്ട് കിട്ടും. നമുക്കതിപ്പോൾ പറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിക്കിരിക്കും. ടേപ്പ് ആകുമ്പോൾ കുറച്ച് കളയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗമ്മ് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പെർഫെക്ഷൻ പോകും. നമുക്കത് ഹീറ്റ് ചെയ്ത് നോക്കാം. ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ കയ്യിൻ്റെ ഒരു അകലം വെച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് അടിച്ചാൽ മതി. റൊട്ടേഷൻ ചെയ്ത് എടുത്താൽ തന്നെ നമ്മുടെ ഇത് കഴിഞ്ഞ്. നമ്മുടെ കേബിള് അടിപൊളിയായിട്ട് ഹീറ്റിംഗ് സ്ലീവ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കേബിളിൻ്റെ എൻഡിൽ ഇവിടെ വെച്ചിട്ട് ഹീറ്റിംഗ് സ്ലീവ് അടിക്കാനായിട്ട് ഇങ്ങനെയാണ് ചെറിയൊരു പീസ് ഇട്ടിട്ട്
നമുക്ക് അടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെറ്റർ അടിച്ചാണ്. അപ്പോൾ നമുക്ക് കേബിളിൻ്റെ സ്ലീവ് ഒക്കെ നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഈ ചൂലിൽ എപ്പോഴെങ്കിലും അഴിഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു കുപ്പി മുറിച്ചിട്ട് നമുക്ക് ആ കുപ്പി ഇതേപോലെ സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ചൂടായതുകൊണ്ടാണ് ഞാൻ ഒന്ന് പിടിക്കാത്തത്, അല്ലെങ്കിൽ എൻ്റെ കൈ പൊള്ളിപ്പോൾ. വണ്ടിയുടെ ഒരു ഇതാണ് പാർട്ടാണ്, സൈലൻസിൻ്റെ മേളിൽ വരുന്നൊരു കവറാണ്. അപ്പോൾ ഇത് എനിക്ക് പെയിൻ്റ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 10-400 രൂപയാണെങ്കിൽ ആവും. ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ലതായിട്ട് പോയിട്ടുണ്ട്, ഇവിടെയും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് സ്റ്റിക്കർ ചെയ്യാം. അപ്പോൾ നമുക്ക് മാക്സിമം ചുളുക്കൊന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹീറ്റ് ഗൺ ഉപയോഗിച്ച് അടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഏരി വെച്ചിട്ട് സെറ്റാക്കി എടുക്കാവുന്നുള്ളൂ. ഇത് നമ്മൾ ആ സ്റ്റിക്കർ വെച്ച് അടിച്ച് ഹീറ്റ് ഗണ്ണിൽ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.